The classic criminal is back with more to face and more to do. ഞാൻ സിനിമ കണ്ടിട്ട് ഇങ്ങനെ പുറത്തോട്ട് കിടക്കായിരുന്നു തിയേറ്ററിൻ്റെ. അപ്പം എൻ്റെ മുന്നിൽ 2 ഹിന്ദിക്കാർ, അവരിങ്ങനെ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഇങ്ങനെ അതിൻ്റെ ഇൻസിഡൻസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക. അവർക്ക് വേണേൽ ഹിന്ദി അജയ് ദേവ്ഗണിൻ്റെ വേഷം ഇറങ്ങുന്നുണ്ട്, അത് കണ്ടാൽ മതി. ഇല്ല, എന്താ വെച്ചാൽ അവർക്കും അറിയാം, നമുക്കും അറിയാം. ലാലേട്ടനും ജിത്തു ജോസഫും ദൃശ്യം ചെയ്യുന്ന കാര്യം വേറെ ആർക്കും അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദേ ഹാവ് വൺസ് അഗൈൻ പ്രൂവ്ഡ് ദാറ്റ് വിത്ത് ദൃശ്യം 3. ദൃശ്യം 1 and 2 കാണുമ്പോൾ ഏത് ഫോർമാറ്റായിരുന്നു, ഫാമിലി ഇമോഷൻസ്, പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട ത്രില്ലിങ് ഇതും പരിപാടികളൊക്കെ വെച്ചിട്ട് അതേ സംഭവം തന്നെയാണ്. അതായത് ദൃശ്യം 1ലെയും 2ലെ ആ സംഭവപരമായ സംഭവങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടീൻ്റെ ലൈഫ് എങ്ങനെയാണ്, അയാളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതിലെ കഥാപാത്രങ്ങൾക്ക് എന്തൊക്കെയാണ് അവസ്ഥ, അതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് അധികമൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഇത് നിങ്ങൾ കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ്. ദൃശ്യ സീരീസ് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ലാലേട്ടൻ്റെ പെർഫോമൻസ് എന്തൊരു പെർഫോമൻസാണ്. കുറേ പറയുകയാണെങ്കിൽ കുറേ കാര്യം പറയാനുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ എക്സ്പീരിയൻസിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. ഇതിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കണ്ട ഒരു ഭയങ്കര ട്വിസ്റ്റ് അങ്ങനെയല്ല, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും മാറില്ല ചില കാര്യങ്ങൾ. ആ ഒരു സംഭവം നമുക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തും. അതെന്താ സംഭവം എന്നൊക്കെ സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും. നിങ്ങൾക്ക് സിനിമ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എടുക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇനി വേറെ റിവ്യൂ ഒന്നും കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി കാണാം. ഉറപ്പാണ്. ദൃശ്യം 1 and 2 ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഫസ്റ്റും സെക്കൻഡും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററായ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക, മ്യൂസിക് കുറച്ചുകൂടി നൈസായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡിനേക്കാളും കുറച്ചുകൂടി BGM നൈസായിട്ടുണ്ട്. അനിൽ ജോൺസാണ് ചെയ്തത്. ഫസ്റ്റും സെക്കൻഡും അദ്ദേഹം തന്നെയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. സിനിമാറ്റോഗ്രാഫി വൈസും നൈസായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടത്. നല്ല രസം. തിയേറ്ററിൽ ഒറ്റയ്ക്കല്ല, പല കയ്യടിയും പരിപാടിയും രസമായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദ ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക് വിത്ത് സോ മച്ച് ടു ഫേസ് ആൻഡ് സോ മച്ച് ടു ഡു.